അതെ, ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോ നിർത്തിയതാട്ടോ. അവിടുത്തെ തർക്കം നല്ല തല്ല് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും കാണണം, എല്ലാവർക്കും സ്നേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. തല്ല് ഇവിടെ എന്ന് പറഞ്ഞാൽ കൊന്നില്ലാന്നുള്ളൂ. ഞാൻ വന്ന് ക്യാമറ ഓൺ ആക്കിയപ്പോ നിർത്തിയതാട്ടോ. 2 ഫൈറ്റ് ആയിരുന്നു. എന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം, അതിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം, ഇളക്കൂട്ടി ഇപ്പൊ ചിരിക്കാണ് കേട്ടോ. ഞങ്ങള് തമ്മിലുള്ള സ്നേഹം മാത്രം കണ്ട് എല്ലാരും എന്ത് സ്നേഹാന്ന് പറയണ കേൾക്കുമ്പോ എനിക്ക് സത്യമായിട്ട് തല്ലുണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ ആരെടുത്ത് തരിക എന്നുള്ള ലെവലായിരുന്നു. ഇന്ന് പെരുന്തല്ലായിരുന്നു ഇവിടെ. ഞാനത് വീഡിയോ ഓൺ ആക്കിയപ്പോഴേക്ക് 2 സ്റ്റെപ്പായി. അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, തല്ല് യഥാർത്ഥ തല്ല് എനിക്ക് കിട്ടിയില്ല. അപ്പേക്ക് ഇവര് സൈലന്റ്. ഞാൻ പ്രശ്നം ഞാൻ എന്തായാലും പറയും. തല്ല് എന്തിനാന്ന് എല്ലാരും അറിയണം. കഷ്ടപ്പെട്ട് ത്രാട്ടുണ്ടാക്കിയല്ലേ മോളെ പ്രശ്നം എന്തുണ്ടായത് കുട്ടിക്ക്? ഞാൻ പറയട്ടെ, ഞങ്ങള് നമ്മള് തമ്മിലായിട്ടുണ്ടായത് എന്തിനാ? എന്തോ പറയണമെന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പിക്കേസുകൾ എവിടെ പറയാറില്ല. പറയാ അങ്ങനെയല്ല, അത്ര വലിയ അപ്പിക്കേസ് ഒന്നുമല്ല. എന്താ പ്രശ്നം? ഞാൻ ഉച്ചക്ക് എന്താ പ്രശ്നം? ഞാൻ പറയാം. ചിക്കുന് വയറിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, എന്തോ കഴിച്ചിട്ട് എന്തൊക്കെയോ അതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചവിടെ മീൻ വറുത്തത്, ഞാൻ വന്നപ്പോ അവിടെ 2 മീൻ ഉണ്ട്. സാധാരണ ഇവിടെ എക്സ്ട്രാ ഉണ്ടാക്കി വെക്കലുണ്ടോ? ആരും കഴിക്കാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എനിക്കുള്ള ആർക്കും വേണ്ടാതെ വെച്ച് വൈകുന്നേരം ആകുമ്പോ പകുതി മുക്കാലും മിക്ക ദിവസങ്ങളും കളയല. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എന്തിനാ വെറുതെ ഞാൻ എന്തിനാ വേസ്റ്റ് ആക്കണല്ലോ വിചാരിച്ചെടുത്ത. ഞാൻ അത്ര വിചാരിച്ചോളൂ. അത് ചിക്കുന്റെ ആണെന്ന് ഞാൻ അറിഞ്ഞോ? ചിക്കുന് അതിൽ സങ്കടം ഉണ്ടോ? പിന്നെ അതിനെന്തിനാ തല്ല് കൂടിയത്? അത് വർഷം ആ തല്ല് കിട്ടിയില്ല. ലാസ്റ്റ് പീസ് കഴിക്കുമ്പോ ഞാൻ പറഞ്ഞു അത് എന്റേതാണ് വെക്കണം എന്ന് പറഞ്ഞപ്പോ നോക്കൂടെ വായരു. പിന്നെ ആ ലാസ്റ്റ് മീനോട് ചിക്കൂന് എന്താ, ചിക്കൂന് ആവൂല ഒന്നും, എനിക്കെങ്കിലും ആവണായിക്കോട്ടെ. അപ്പൊ ഇത്രയും എല്ലാരും ഒന്നാണ് മനസ്സിലാക്കേണ്ടത്, സ്നേഹനിധികളായ കണ്ടോ ചിക്കു ആകെ മൂഡ് ഔട്ട് ആയിട്ട്. ഇനി ചിക്കു പറ്റൂല. നേരെ നിന്നായി എന്നെങ്ങനെ ചവിട്ടണത്? ഒന്ന് സെന്റിമീറ്ററിൽ അളന്നു നോക്ക്, ആരാ കൂടുതൽ ഇരിക്കണോ? ഞാൻ രണ്ടിനും ഇവിടെ ഇറക്കി വിട്ടാ ഇതാണ് വര. ഓക്കെ കണ്ടോ? 1 2 3 4 4 ട്ടോ. 1 2 3 4 4 പണ്ടാറ കാലത്തിനടുത്ത് വലിച്ചെറിയാൻ എനിക്ക് അറിയട്ടല്ല. സോഫ മുറിച്ചു തരട്ടെ. ചിക്കോടെ അഭ്യർത്ഥി എനിക്ക് സീനിയോറിറ്റി ഉണ്ട്. ഞാൻ 3 കൊല്ലം ഇവിടെ വന്നിട്ട്. എന്നാലും മീൻ എടുത്ത് കഴിച്ചത് ശരിയായ കാര്യമല്ല. ഈ അന്വേഷിക്കണമായിരുന്നു വേറെ ഒരാൾ കഴിക്കാനുണ്ടോ എന്നുള്ളത്. അപ്പം സോൾവ് ആണോ അല്ലേ? വേം പറ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചേച്ചിമാര് പറഞ്ഞ എന്റെ 2 രത്നങ്ങളല്ലേ, രത്നം സ്റ്റോൺ പേപ്പർ കൽസീസർ കളിക്കാൻ അല്ല, 5 പറ്റുമോ? എന്നാ 20 ഞാൻ പറ്റുമോ? എന്നാ പിന്നെ ശ്രീമോളും ഞാൻ വീഡിയോഗ്രാഫർ വേണ്ട ഇവിടെ. നമുക്കൊരു കളി കളിക്കാം. ചിക്കുന് അത്ര ദേഷ്യമാണെങ്കിൽ 3 അടി ചിക്കു അടിച്ചോ, 3 അടി ഞാൻ അടിക്കാം. വേണ്ട, എനിക്ക് അടിക്കുമ്പോ ചില തലർക്കും. ഒരടി ചിക്കു അടിച്ച് 1 അടി അടിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, പ്രശ്നങ്ങൾ കൂടി വരുമ്പോ ക്യാമറ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അവിടെ തീരും. കാരണം കണ്ടോ, നീറ്റ് ആയത് കണ്ടോ, ഡീസന്റ് ആയത് കണ്ടോ? ഇങ്ങനെ അല്ലേന്ന് ഇവിടെ അവസ്ഥ. ഇവിടെ ഉണ്ടായതെന്ന് അഭിനയിച്ച് കാണിച്ചു തരുമോ? തിരിയാത്തവരുടെ അടിച്ചടിച്ചിരിക്കും പോയിക്കോ. എനിക്ക് ക്യാമറ നിങ്ങള് ഓണാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല. നല്ലൊരു തല്ല് വീഡിയോ ആക്കണം എന്ന് ഞാൻ കരുതി. ഞങ്ങളിവിടെ 3 നേരം കച്ചറുണ്ടാവാ. ഒരുത്തിന്റെ ഇവിടെ ചെരിഞ്ഞ് കിടന്ന് ഇങ്ങനെ ഉറങ്ങണേ. എന്താ ഉറങ്ങിയോ? ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഉറങ്ങ. അവിടെ
ഞാൻ ABCD എഴുതാൻ കൊടുത്തിട്ടുണ്ട്. ആണോ? അതുകൊണ്ട് ഇതാ അറിഞ്ഞോണ്ട് കിടന്നോ? എന്റെ ബാക്കിയാണ് ബുക്കൊക്കെ. ഞാൻ കൊടുക്കുന്ന ബുക്ക് ഒളിപ്പിച്ച് വെക്കും ഞാൻ വരുമ്പോഴേക്ക്. എന്നിട്ട് ബുക്ക് കാണാനില്ലാന്ന്. ശ്രീമോള് പണ്ടിനെ പഠിപ്പിക്കാതിരുന്നപ്പോ ഞാൻ എഴുതാൻ കൊടുത്തതാ. ഇതുണ്ടോ എഴുതാൻ കൊടുത്തതാണ്. എഴുതുന്നോടത്തുനിന്ന് പോയതാണ് അമ്മ. ഇനി ഇവിടെ ബാക്കി വരുന്ന സാധനത്തിൽ ഞാൻ വല്ലതും കലക്കി തേച്ച് വെക്കും. ഒരു വട്ടം ഇനി അങ്ങനെ തിന്നാ, അതായത് ചോദിക്കാൻ വേണ്ട, ഒരു വട്ടം ഈ അങ്ങനെ ഇങ്ങനെ കഴിക്കാവുള്ളൂ. ചിക്കു അങ്ങനെ ചെയ്യാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാ അറിയോ? ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ ഹിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. മൂക്കിലടിച്ചാ കേട്ടു നോക്കോ. പിന്നെ വിഷം കലക്കി തരാറുണ്ട് ചാവൂലേ. വീഡിയോ എടുക്കാൻ പോയിട്ടേ ഞാൻ കുറച്ച് പണി കിട്ടിയത്. അടുപ്പത്ത് സാധനമൊക്കെ കാണാൻ കല്ല് കേട്ടപ്പോ പോയത്. അടുത്ത തല്ല് അവിടെ സ്ഥലം തരുന്നില്ല. നോക്ക് സോഫ നോക്കി പകുതി ചിക്കുന്റെ സൗണ്ട് ഉണ്ടാവില്ല. ഇതിന്റെ സൗണ്ട് ഒന്ന് പോകുമ്പോ ശ്രീമോളെ. ഞാൻ അടുക്കളയിൽ പോകുമ്പോ തല്ലുണ്ടാക്കരുതേ. ക്യാമറ ഇവിടെ ഓണാക്കി വെച്ച് പോയാലോ. എന്ത് ഡീസന്റ് ആണെന്നറിയോ. എന്റെ മക്കളെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. കുട്ടുകുറുമ്പല്ല, കുട്ടിക്കുറുമ്പാണ്. ഞങ്ങള് പണ്ട് ചെറുതായിരുന്നപ്പോഴേ ശ്രീജേച്ചിക്ക് എപ്പോഴും ബോധം കെട്ട പോലെ അഭിനയിക്കും. അങ്ങനെ ശ്രീജേച്ചി ഒരു ദിവസം ബോധം കെട്ട പോലെ, ഞാൻ അജു ഒന്ന് എത്രയാണ് ഭയങ്കര ചെറുതാ, 4ാം ക്ലാസ്, അജു 2ാം ക്ലാസ്, 1ാം ക്ലാസ്, അങ്ങനെയൊക്കെ. ശ്രീജേച്ചി ബോധം കെട്ട് വീണു. അപ്പൊ ഞാൻ അജുവിന്റെ അടുത്ത് പറഞ്ഞു വായിൽ പോയി തുപ്പി വെക്ക. അപ്പൊ എണീക്കുന്നത് എനിക്ക് ഓർമ്മല്ലേ, ഇവള് പറയണ ഓരോ കഥയല്ലേ. ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചിക്കുന് ശരിക്കും ചെയ്തിട്ടുണ്ട്. പണ്ട് ശ്രീമോക്ക് ഓർമ്മ ഉണ്ട്. അടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇവിടെ മാന്തല് ഫുൾ കയ്യുമ്പോ സ്കൂളിലൊക്കെ പോകുമ്പോ നഖത്തിന്റെ മാന്തലിന്റെ കളർ ഉണ്ടാവും. ഒരു പഴുത്ത് കഴിഞ്ഞാണ്ടാവൂലേ, ഒരു മഞ്ഞ നിറത്തിൽ ഇങ്ങനെ ഉണ്ടാവും നഖത്തിന്റെ പാട്. എന്നോട് ഡയനാമിക്സ് പറഞ്ഞിട്ടുണ്ട് ഇത് പോയിസൺ ആണ്, TT അടിക്കണമെന്ന്. അപ്പളാ എനിക്ക് അതിനെ കുറിച്ച് ബോധം ഉണ്ടായിരുന്നു. എന്നിട്ട് കേക്ക് അന്നൊരു പരിപാടി ഉണ്ടായിരുന്നു നഖം വളർത്തല്. ചിക്കുന്റെ എന്നിട്ട് കേക്ക്. എന്നിട്ട് ഞാനെന്താ കണ്ടറിയോ, അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാലും മാന്ത് കിട്ടും. ഷുവറാ മാന്തി പൊളിക്കാറുള്ള ചിക്കുനെ കൈമ നഖം ഇങ്ങനെ തൊലി ഇങ്ങനെ എടുക്കണാണ്. എന്നിട്ട് ഞാൻ കാട്ടി ഞാൻ ചോറിൽ തുപ്പിയിട്ടൊക്കെ ചെടി എത്ര തവണ അറിയോ. ഓരോ സാധനം പണ്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് മുട്ട കാണുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് അങ്ങനെ വെച്ചിട്ട് നമ്മള് കണക്കൊക്കെ നോക്കൂലേ. അതിലൊക്കെ ഞാൻ എത്ര വട്ടം തുപ്പിയിട്ടറിയോ. പ്രതികാരം ഇപ്പൊ പറയണം തോന്നിയോണ്ട് പറയാ. ഇപ്പൊ ആസ്വദിച്ച് തിന്നു. സത്യായിട്ട് പറയാ. പണ്ട് ചിക്കുന് വേണ്ട മഞ്ഞപ്പിത്തം വന്ന ഓർമ്മണ്ടോ? ചിക്കു ഇങ്ങനെ ചിക്കന്റെ പീസ് കഷ്ടം തരും ചോദിച്ചു നടന്നൊരു ടൈം. അതൊക്കെ എത്ര തവണ എനിക്ക് തന്നത് എന്താ അറിയോ, കറിയില് ഒരു ചക്കക്കുരു അതൊക്കെ തന്നത്. ആദ്യം കൊറേ തുപ്പിയതൊക്കെ തന്നിട്ടുണ്ട്, അറിഞ്ഞിട്ടില്ല. എനിക്ക് തീരെ മുളക് ഉപ്പൊന്നും തീരെ പാടില്ലായിരുന്നു. അമ്മ പോകുമ്പോ എന്താ പറയാ അടുക്കള ലോക്ക് ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. അതായത് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ഉപ്പില്ലാത്ത സാധനങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. അന്ന് നമുക്ക് ഭയങ്കര പത്തിയായിരുന്നു. ഉപ്പില്ലാത്ത സാധനങ്ങളും ഉറുമാമ്പഴം, പോമിഗ്രാനൈറ്റ് അല്ല മാറ്റി വെച്ചു എന്ന് പറഞ്ഞ അടുക്കള പൂട്ടിയൊക്കെ ഇട്ട് പോവാറ്. അതൊക്കെ കുറച്ച് കൂടിയിട്ടോ. സത്യമായിട്ടും അമ്മ പൂട്ടിയിരുന്നു. എന്നിട്ട് ഇവൻ കഴിക്കുമ്പോഴാണ് ഞാൻ മെല്ലെ ആരും കാണാതെ ചോദിക്കും എന്തേലും തരുമെന്ന്. എന്നിട്ട് ഇവൻ തരുന്നതാണ് ഒരു ചക്കക്കുരു ഒക്കെ. ചക്കക്കുരു ചിക്കനൊക്കെ തന്നിട്ടല്ലോ. ഞാനാ തന്നത്, അതുകൊണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവും. തുപ്പിയത് പോയ തന്നിട്ടേക്കോ. എനിക്ക് സങ്കടം ഉണ്ട്. പണ്ട് നമ്മള് നമ്മള് ഭയങ്കര ഒരു ടൈമില് 3 ആള് കച്ചറായിരുന്നു അല്ലേ, അടി പിടി. ഞാനും ചിക്കുന്ന് അടി. പിന്നെ നിങ്ങൾ തമ്മില് ഞാൻ ശ്രീമോളായിട്ട് വരലില്ല. ശ്രീമോള് വന്നു കഴിഞ്ഞപ്പോ പഠിപ്പിക്കായിരുന്നു, അത്രേ പ്രശ്നമുള്ളൂ. ഞാൻ വീട്ടിൽ തല്ലുണ്ടാക്കിയത് കുറെ വലുതായതിനു ശേഷം, ഇവള് ഹോസ്റ്റലിൽ പോയതിനു ശേഷം. അപ്പൊ നമ്മള് 2 ആളുള്ളൂ അല്ലേ. അതുവരെ ഇവളും ഞാനും ഇരുന്ന് തല്ല്. ഇവനായിട്ട് തട്ടല്ലേ കൊടുക്കണേ, ഒന്നോട് കൊടുക്ക്. ആ മുന്നത്തെ വൈബ് അങ്ങോട്ട് വരട്ടെ. എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. ബസ്സിലാണ്ട് അടിച്ചുറപ്പ് ഇതിന്റെ ഉള്ളിൽ കഴിച്ച് പൊട്ടിക്കും. മുട്ട പൊട്ടിക്കണോ അല്ലെ. വയലൻസ് നോക്കി നീ പോണ നേരം വൈകാൻ നിൽക്കില്ലേന്നോ. ചിക്കൊരു തല്ല് കൊടുക്കും, പോണേന് മുമ്പ് നല്ല കൊടുക്കും. തുപ്പും ചിക്കോ, ഞാൻ കണ്ണിക്കൊക്കെ തുപ്പും. നോക്കി ഇപ്പൊ ഞാൻ മുളകിന്റെ മറ്റേ ചമ്മന്തി തരുള്ളൂ കണ്ണി. എന്താ ചെയ്യാ, പ്രതികാരം വീട്ടിൽ ചിക്കോ. അല്ലെങ്കിൽ നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ? എന്താ ചെയ്യാ?
ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ എടുത്തു. എനിക്ക് വേണ്ടെന്ന് ചിക്കൻ. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോ. എനിക്ക് വേണ്ട. മീൻ പൊരിച്ചത് സുഭാഷ് ചേട്ടനായിരുന്നു. ശ്രീജയുടെ ഗ്യാസ് തീർന്നു. ഒന്ന് പൊക്കോ. പോയി ചിക്കൻ ഗ്യാസ് നിറച്ചില്ലേ? ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി തിന്നാൻ എനിക്ക് വേണ്ട, ഞാൻ തിന്നൂല. ഷുവർ. ശ്രീമോളെ ചിക്കൻ കറീന്റെ പ്രത്യേകം എന്താ അറിയോ? ഓരോ ദിവസം ഉണ്ടാക്കുമ്പോ ഓരോരോ ടേസ്റ്റാ. ഒരു ടേസ്റ്റ് ഞാൻ നോക്കുമ്പോണ്ടേ സാമ്പാർ പൊടി കിട്ടിയ അതുവരെ ശ്രീജ ചിക്കൻ കറിയിൽ തട്ടും. ചിക്കു ആൾക്ക് ഏതൊക്കെയോ മസാലകള്. മുമ്പ് ഉണ്ടാക്കിയ ചിക്കനാണോ സൂ ഉണ്ടാക്കിയ ചിക്കനാണോ നല്ല ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അത് ശ്രീജന്റെ ആയിരുന്നു. ആ എന്നിട്ട് ഇപ്പൊ എന്താ പറയണത്? പക്ഷെ അത് ശ്രീജച്ചിക്ക് എന്തൊക്കെ മസാല ഇട്ടും ശ്രീജച്ചിക്ക് അത് അറിയാം. കണ്ടോ ഇന്നിപ്പോ എല്ലാ കുപ്പിത്തെ മസാലയും ശ്രീജച്ചിക്ക് വേണ്ട മസാലയാണ്. കാണിച്ചരടി നീ തിന്നാൻ വാട്ടോ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ചോദിക്കട്ടെ, നീ തിന്നാൻ വാട്ടോ. സാമ്പാർ പൊടി ഇട്ട് മീൻകറി ഉണ്ടാക്കിയത് ആരാ? ചിക്കു അതൊക്കെ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പേ. ആണോ ആണോ ആ ഒരു റേഞ്ചിൽ നിന്ന് ശ്രീ ചേച്ചി ഇപ്പോഴും അങ്ങോട്ട് വല്ലാണ്ട് മാറി ഇറങ്ങി വന്നു അല്ലെങ്കിൽ കേറി വന്നു എന്നൊന്നും എനിക്ക് തോന്നിയില്ല. ശ്രീമോക്ക് ഈ വലിപ്പമുള്ളൂ. ബുദ്ധി വളർച്ച തരിപ്പ് പോടാ, അനക്ക് പറയാൻ പറ്റൂല. തരിപ്പ് പോവും അനക്ക്. കഴിഞ്ഞില്ലേ? ശ്രീമോളെ വേണ്ടി നിർത്തില്ലേ വിട്ട. എന്റെ അടുപ്പത്തുള്ള കരിയും ഒന്നിനും ഞാൻ തിന്നാൻ കൊടുക്കൂലെന്ന് നോക്കിക്കോ. ഞങ്ങള് തിന്നിട്ടില്ല. എനിക്ക് വേണ്ട. എന്ത് നോക്കി ഇപ്പൊ ഒരു രണ്ടാളും ഒന്നായിട്ടോ. അനക്ക് വേണ്ട? മീനോ പോയി ഞാൻ തിന്ന് ചാവണ്ട. ശരിയാക്കി തരാം എനിക്ക് വേണ്ട, sorry. ഇത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് അടിപൊളിയാക്കി ഉണ്ടാക്കും ഞാൻ. മണം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത കോലത്തിലാക്കും. പറഞ്ഞത് കഴിഞ്ഞു. കൊണാക്കാൻ അവിടെ ഞാനിങ്ങോട്ട് ക്യാമറയും കൊണ്ട് പോരുമ്പേക്ക് അവിടെ തല്ല് നടക്കുന്നുട്ടോ. ഞാനൊരു അവസരം തല്ലുകൂടുങ്ങള് ഞാൻ നമ്മളെ റേഞ്ച് എല്ലാരും കണ്ടോട്ടെ. അണക്ക് വേണമെങ്കിൽ പോയിക്കോ. ഞാനിവിടെ ഒന്ന് കിടന്ന് എനിക്കിപ്പോ ഇവിടെ വർത്തണം. കണ്ടോ ഇത് നന്ദേന തല്ലുണ്ടാക്കടാ പ്ലീസ്. ആൾക്കാർ കാണട്ടെ നിങ്ങളുടെ നീ ലെവലും. ചോദിക്കോ, നിങ്ങളെ ലെവൽ എല്ലാരും അറിയട്ടെ. അല്ലെങ്കിൽ ഊരവേദന കേട്ടോ ചിക്കോ. തള്ളിയിട്ട് കഴിഞ്ഞ ഊരവേദന പറഞ്ഞിട്ട് കാര്യമില്ല. എടാ തീർന്നില്ലേ? ചിക്ക് പഴങ്ങിപ്പോയി. സോറി ഒന്ന് പൂട്ടത്. ഇപ്പൊ ഞാൻ ക്രൂരനാവും. ചവിട്ടി തള്ളിട്ടോ. രണ്ടു കാലായിട്ട് കാലം അടിച്ചിട്ടുണ്ടോ? ഇത്രയും കുറ്റം പറഞ്ഞിട്ട് എന്റെ ചിക്കൻ കറിക്ക് നല്ല പോളിംഗ് ആയിരുന്നു കേട്ടോ.